എല്ലാവരും കപ്പലിലുണ്ട്. അവിടെയും ഇവിടെയും തൊടാതെ ഒഴുക്കൻ മട്ടിൽ ഉത്തരം പറയാൻ ന്യൂനപക്ഷ മന്ത്രി കൂടിയായ കിരൺ റിജ്ജു നിർബന്ധിതനാവുകയാണ്. കാരണം ചന്ദ്രബാബു നായിഡുവിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു മുസ്ലിം സംരക്ഷണത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് കൂടെ അവിടെ ചേർക്കുന്നുണ്ട്. അവിടെയാണ് മുസ്ലിം വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് വഖഫ് ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്ന് പ്രതിപക്ഷത്തിന്റെ കനത്ത വെല്ലുവിളി പോലും മറികടന്ന് വഖഫ് ബിൽ രാജ്യസഭയിൽ പാസാക്കിയത്. ഇതോടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ നായിഡുവിന്റെയും നിതീഷിന്റെയും തീരുമാനം കൂടി തേടുകയാണ്. ഈ വിഷയത്തിൽ അത്ര കണ്ട് മോദിയുടെ ഒപ്പത്തിനൊപ്പം ഈ സഖ്യകക്ഷികൾ നിലയുറപ്പിക്കാൻ സാധ്യതയില്ല എന്നത് ഒരു കാരണവുമാണ്. മാത്രവുമല്ല, ബീഹാറിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ നിതീഷിന് അവിടുത്തെ മുസ്ലിം വോട്ട് കൂടി പെട്ടിയിലാക്കേണ്ടതുണ്ട്. 2011 സെൻസസ് പ്രകാരം ബീഹാറിലെ മൊത്തം ജനസംഖ്യയുടെ 16.5% മുസ്ലിങ്ങളാണ്. ഇപ്പോൾ ഈ കണക്കുകളിൽ കൂടുതലല്ലാതെ കുറയാൻ സാധ്യതയില്ല എന്നിരിക്കെ ഈ 16% ഒരു ചെറിയ കണക്കല്ല. അതുകൊണ്ട് നിതീഷ് വഖഫ് ബില്ലിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചാൽ ഈ 16% വോട്ട് പെട്ടിയിലാക്കൽ പ്രയാസമായിരിക്കും. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസമാണ് നിതീഷിന്റെ വസതിക്ക് മുൻപിൽ തേജസ്വി യാദവിനെ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള വലിയ പോസ്റ്റർ കാണാനിടയായത്. ഇവിടെ ക്ഷീണിതനായി ഒരൊച്ചിൽ ഇഴയുന്ന നിതീഷിനെയാണ് കാണിച്ചിരിക്കുന്നത് എങ്കിൽ മറുവശത്ത് കുതിരപ്പുറത്ത് പായുന്ന നിലയിലാണ് തേജസ്വി യാദവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ പോസ്റ്റർ നിരവധി രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിൽ നിതീഷ് ഇനി മുന്നോട്ട് വെക്കുന്ന ഓരോ അടിയും നിർണായകമാണ്. അവിടെയാണ് പ്രതിപക്ഷത്തുള്ളവരും മുസ്ലിം സംഘടനകളും നിതീഷിന് മുൻപിൽ വഖഫിനെ അനുകൂലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നത്. ഇവിടെ തന്നെയാണ് കിരൺ റിജ്ജു അവരെല്ലാം കപ്പലിലുണ്ട് എന്ന് അവിടെയും ഇവിടെയും തൊടാതെ മറുപടി പറയുന്നത്. ബിജെപി നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ 2 പ്രധാന സഖ്യകക്ഷികളായ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് എന്തെങ്കിലും യോജിപ്പുണ്ടോ എന്ന പ്രത്യേക ചോദ്യത്തിന് മറുപടിയായി എല്ലാവരും ഇതിലുണ്ട് എന്ന് റിജ്ജു അവകാശപ്പെടുന്നത്. ബില്ലിനെ എതിർക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ പ്രതിപക്ഷ നേതാക്കൾ നായിഡുവിനെയും നിതീഷിനെയും സമീപിച്ചിരുന്നു. എങ്കിലും ഇരുവരും ബില്ലിന് അനുമതി നൽകിയതായി പാർലമെന്ററി കാര്യ മന്ത്രിയുടെ അവകാശവാദം സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിരവധി മുസ്ലിങ്ങളും ബില്ലിനെ പിന്തുണച്ചതായി റിജ്ജു അവകാശപ്പെടുന്നു. എല്ലാവരും കപ്പലിലുണ്ട്, ചിലർ കുപ്രചാരണം നടത്തുന്നു, പാർലമെന്റിലെ മുസ്ലിം MP-മാർ ഇത് നല്ല പ്രവൃത്തിയാണ് എന്ന് എന്നോട് പറഞ്ഞു, അവരുടെ പാർട്ടികളുടെ സമ്മർദ്ദം കാരണം അവർ പ്രതിഷേധിക്കാൻ നിർബന്ധിതരാവുകയാണ്. ശ്രീനഗറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റിജ്ജു പറഞ്ഞ കാര്യമാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ BJPക്ക് വേണ്ടി റിജ്ജുവാണ് നിർബന്ധിതനായി ഈ കാര്യം പറയേണ്ടി വന്നത്.